അങ്ങനെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നാം കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തിയിരിക്കുകയാണ്. നാളെ ഡിസംബർ 21 നേരെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലാലേട്ടൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള OTTക്ക് വേണ്ടി അല്ലാതെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച സിനിമ കൂടിയാണ് നേര്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷകളോടെയല്ല കാത്തിരിക്കുന്നതെങ്കിൽ പോലും അത്യാവശ്യം മോശമല്ലാത്ത ഹൈപ്പും പ്രതീക്ഷകളെല്ലാം തന്നെ ഒരുപാട് സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സിനിമയുടെ പ്രീ റിലീസ് പ്രൊമോഷനാണ്. ഇതിനോടകം തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് സിനിമയിലെ ഗാനം കൊണ്ടും ട്രെയിലർ കൊണ്ടും പ്രൊമോഷൻ പരിപാടികൾ കൊണ്ടും സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെ ഇപ്പോഴത്തെ സാക്ഷാൽ മമ്മൂക്കയുടെ ലാലേട്ടന്റെ സ്വന്തം ഇച്ഛാക്കയുടെ ആശംസ എത്തപ്പെട്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ആശംസയോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന നേര് എന്ന സിനിമ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരും ഇതിനോടകം തന്നെ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. എന്തായാലും നേരെ വിജയിക്കുമോ എന്നൊരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ സിനിമയെക്കുറിച്ചുള്ള ജിത്തു ജോസഫിന്റെ ഒരു കുറിപ്പിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തെ കുറിച്ച് ഇപ്പോഴത്തെ ജിത്തു ജോസഫ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. തന്റെ മറ്റേത് സിനിമയും സമീപിക്കുന്നത് പോലെ തികഞ്ഞ സത്യസന്ധതയോടെയും ഉത്സാഹത്തോടെയുമാണ് നേര് എന്ന സിനിമയെ താൻ സമീപിച്ചിരിക്കുന്നത് എന്നാണ് ജിത്തു പറഞ്ഞിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ ഒരു തിരക്കഥ മോഷണ ആരോപണവുമായിട്ട് ഹൈക്കോടതിയിൽ എത്തപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ടാണ് ജിത്തു ഇത്തരത്തിലൊരു പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെയുള്ള ഒരു പോസ്റ്റുമായിട്ടാണ് ജിത്തു ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നേര് നാളെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കേണ്ടതും തുടർന്ന് തിയേറ്ററുകളിൽ വിജയിക്കേണ്ടതും ജിത്തു ജോസഫിന്റെയും ലാലേട്ടന്റെയും ഇപ്പോഴത്തെ വലിയൊരു ആവശ്യമാണ് എന്ന് നിസ്സംശയം പറയാം. ലാലേട്ടന്റെ നേര് എന്ന സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട്സുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. സിനിമ ഇതിനോടകം തന്നെ പലരെയും ജിത്തു ജോസഫ് കാണിച്ചതായിട്ടും ഒപ്പം തന്നെ അവരിൽ നിന്നെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തതായിട്ടും സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം തന്നെ ശരിവയ്ക്കുകയാണെങ്കിൽ നേരെ നാളെ തിയേറ്ററുകളിലെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സെൻസർ ബോർഡ് സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യം ജിത്തു കഴിഞ്ഞ ദിവസം ട്വിറ്റർ സ്പേസിൽ വെളിപ്പെടുത്തിയിരുന്നു. നേരിൻ്റെത് മികച്ച സ്ക്രിപ്റ്റ് ആണ് എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ജിത്തു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. നേരിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ സിനിമ എന്താകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് നേടിയെടുത്ത സിനിമ നാളെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെ തിയേറ്ററുകളിൽ നേടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. സസ്പെൻസ് ഇല്ല, ട്വിസ്റ്റ് ഇല്ല, ഒപ്പം തന്നെ ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ സിനിമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമയിൽ എന്തോ ഒന്ന് ഞെട്ടിക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകരെ ബാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് ജിത്തുവിന്റെ അഭിമുഖങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ സസ്പെൻസ് കൊണ്ടുള്ള നെട്ടിക്കലാകണമെന്നില്ല, മറിച്ച് ഇമോഷണൽ രംഗങ്ങൾ കൊണ്ടുള്ള അതിലുപരി പെർഫോമൻസ് കൊണ്ടുള്ള നെട്ടിക്കലാകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ലാലേട്ടിന്റെ വമ്പൻ തിരിച്ചുവരവിന് നാളെ മുതൽ ബോക്സ് ഓഫീസ് സാക്ഷ്യം വഹിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ നേര് എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട്.